കൊല്ലം ജില്ലയിലെ ആശ്രാമ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം നമ്മളെല്ലാവരും കണ്ടതാണ്. സമൂഹ മാധ്യമങ്ങളിലാവട്ടെ, പത്രങ്ങളിലാവട്ടെ, ദൃശ്യമാധ്യമങ്ങളിലാവട്ടെ. ഒരു വയോധികനെ ഒരു തടിച്ചവൻ ഒരു കസേര ഉപയോഗിച്ച് മുഖത്ത് ആഞ്ഞടിക്കുന്ന ഒരു വീഡിയോ. ആ വ്യക്തിയെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എടുത്ത് കരഞ്ഞുകൊണ്ടാണ് അയാൾ പറഞ്ഞത്. അയാൾ ഈ നാട്ടുകാരനല്ല, തിരുവനന്തപുരം ജില്ലക്കാരനാണ്. പണ്ടപ്പോഴോ കൊല്ലം ജില്ലയിൽ ഈ ഹോട്ടലിൽ തൊഴിലിനായിട്ട് വന്നതാണ്. പിന്നീട് ആ ജോലിയൊക്കെ പോയതിനു ശേഷം ആക്രി പറക്കി കൊടുത്ത് ആ പൈസ കൊണ്ടൊക്കെയാണ് ജീവിക്കുന്നത്. കിടക്കുന്നത് ഈ കൊല്ലം ആശ്രാമത്തെ ആ ചിൽഡ്രൻസ് പാർക്കിന്റെ ഫ്രണ്ടിലൊക്കെയാണ്. അപ്പം സ്വാഭാവികമായിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഈ ക്ഷേത്രത്തിൽ ഉത്സവം വരുന്നു. എല്ലാവരും ഉത്സവത്തിന്റെ ഈ ഒരു പ്രോഗ്രാം കാണാനായിട്ട് ഒരുപാട് ആളുകൾ പോകുന്നുണ്ട്. അയാളും പോയി ചെല്ലുന്ന സമയത്ത് ഗാനമേള നടക്കുന്നു. ഗാനമേളയിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടിയപ്പോൾ അയാൾ എണീറ്റ് നിന്ന് ഡാൻസ് കളിച്ചു. ഉടനെ ആ പാട്ട് പാടുന്ന ആള് കുറച്ചുകൂടെ പ്രോത്സാഹിപ്പിച്ചപ്പോഴത്തേക്ക് അയാൾ മുന്നിലേക്ക് വന്നപ്പോഴത്തേക്കാണ് പിന്നിൽ നിന്ന് ഈ തടിയൻ കയറി വരുന്നത്. തടിയൻ കയറി വന്നിട്ട് ചോദ്യം പറച്ചിലൊന്നുമില്ല, അയാൾ ആ കസേര എടുത്തിട്ട് ഇദ്ദേഹത്തിന്റെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ്. ഏതായാലും അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അയാൾ കേസ് കൊടുക്കാനോ മറ്റു കാര്യത്തിനോ ഒന്നും പോകുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പേടിയാണ്, പുള്ളിക്ക് പേടിയാണ്. ഇനി പോലീസ് സ്വമേധയാ കേസെടുക്കുക അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ ഇടപെട്ടിട്ട് സ്വമേധയാ കേസ് എടുക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനോട് ഞാൻ തന്നെ പറഞ്ഞു, നിങ്ങൾ വാ നമുക്ക് കൊണ്ട് കേസ് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് പേടിയാണ്. കാരണം ഈ അവരൊക്കെ റോഡിൽ ഈ ഇങ്ങനെയൊക്കെ കിടന്നുറങ്ങുന്നവരാണ്. ചിലപ്പോ ഇവനൊക്കെ വന്നു കഴിഞ്ഞ് മറ്റെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും അങ്ങനെയൊക്കെയുള്ള പേടി അവർക്കുണ്ട്. ഏതായാലും ഈ കാണിച്ചത് ഈ തടിയൻ അവൻ കാണിച്ചത് ഏതായാലും ശുദ്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ തന്തയില്ലാത്തവർ അങ്ങനെ തന്നെ പറയണം. അത് വേറെ ആരുടെയെങ്കിലും അടുത്തായിരുന്നുവെങ്കിൽ ചിലപ്പോൾ അവന് നല്ല ഇടി കിട്ടിയേനെ. ഇത് മാത്രമല്ല, ഇവിടെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിവേചനമാണ് കേട്ടോ ഇതിനകത്തൊക്കെ ഉള്ളത്. ഇപ്പൊ അത്യാവശ്യം കാശൊക്കെ ഉള്ള ഒരുത്തനാണ്, കുറച്ച് കാശുമൊക്കെ ഉള്ള ഒരുത്തനാണ് ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് അല്ലെങ്കിൽ തുണിയൊക്കെ കാണിക്കുന്ന ചെയ്തു കഴിഞ്ഞാൽ എന്റെ ഇവരൊക്കെ ഇങ്ങനെ കൈയടിച്ചു കൊടുക്കും. ആ സമയത്ത് ഒരു പാവപ്പെട്ടവൻ മുഷിഞ്ഞു നാറിയ വസ്ത്രമൊക്കെ ആയിട്ട് നിൽക്കുന്ന ഡാൻസ് കളിക്കുമ്പോൾ ഇവനൊക്കെ പൊട്ടും. അതായി കാണിച്ചത്. അതാണ് ഇവിടെ വേർതിരിപ്പുണ്ട്, ഇല്ലാത്തവനും ഉള്ളവനും തമ്മിലുള്ള വേർതിരിപ്പ്. ഏതായാലും ഇതില് പോലീസ് നിലപാടെടുക്കട്ടെ. പോലീസ് എത്രയും പെട്ടെന്ന് മറ്റേ ഈ അടിച്ചവനെ പിടികൂടിയിട്ട് അവന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും എല്ലാം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കട്ടെ. എവിടുന്നെങ്കിലും ഇതിനകത്ത് കിട്ടണമെന്നും കൂടിയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ.